ഹായ് ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. എന്നിട്ടിപ്പോൾ ഒരു 1 വീക്കോളായി ഓൾമോസ്റ്റ്. വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ആണ് മയക്കം വെച്ച് യൂസ് ചെയ്യുന്നത്. ചെറിയൊരു ടെൻഷൻ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കിഡിലൊരു സ്പോട്ട് ഉണ്ട്. പാടത്തിൻ്റെ അടുത്തുള്ള ഫുഡും കാര്യങ്ങളും കിട്ടുന്ന അടിപൊളി ഒരു ചെറിയൊരു തട്ടുകട ടൈപ്പ് സെറ്റപ്പ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് പോകുന്ന വഴിയുള്ള കാഴ്ചകളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ടും വാച്ച് ചെയ്യുക. ചാനൽ എന്തായാലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്യണ്ട എടുത്തോ. വീഡിയോ എടുക്കുന്നത് പെങ്ങളമോനാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഡാഡികളുടെ വണ്ടി. ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ വരും. അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന എല്ലാവരും മാക്സിമം ഹെൽമെറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, മൈക്കന്ന് കുത്തട്ടെ. അവിടെ വന്നിട്ട് എടുക്കടാ. ഇതാണ് എൻ്റെ വീട്. വീടിന് നേരെ ബസ് സ്റ്റോപ്പാണ് ഉള്ളത്. ഇതാണ് ഇപ്പൊ നിങ്ങളെ പെട്ടെന്ന് വാടാ. ഇവനാണ് നമ്മൾ ക്യാമറമാൻ. വാ, പോസ് എന്താ എടുത്തോ. കൊറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ നാട്ടിൽ ബൈക്ക് ഓടിക്കുന്നത്. മുന്നേ പണിയെടുക്കുന്നായിരുന്നു ബുള്ളറ്റ് ആയിരുന്നു. അത് കൊടുത്തിട്ട് ഇപ്പോ ബുള്ളറ്റ് പഴയ മോഡൽ ബുള്ളറ്റാ. അതിന്റെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടോ. അതുകൊണ്ട് ബുള്ളറ്റ് കൊടുത്തിട്ട് ഇപ്പോ TVSന്റെ സ്പീക്കറാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹെൽമെറ്റ് എന്തായാലും നിർബന്ധം. ഞാനും ഇതുപോലെ അവന്റെ പല പൊട്ടിച്ച് പോയിരുന്ന റോഡത്. അപ്പൊ അതെല്ലാം എന്താ പറയാ, തന്ത വൈബായതിന്റെ ശേഷം സ്കൂട്ടി പിപ്പായി. ഇതാണ് നമ്മൾ ചെറിയൊരു ജംഗ്ഷൻ വരുന്നത്, താമരപ്പള്ളി ജംഗ്ഷൻ. എന്താ അവന്റെ ഒരു പോക്ക്. എങ്ങനെയുണ്ട് എന്റെ നാട്? ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ നാട് വരുന്നത്. തൃശ്ശൂർ ജില്ലയില് പെരുവല്ലൂർ എന്ന് പറയും. പാവർട്ടിയൊക്കെ അടുത്ത് പെരുവല്ലൂർ എന്ന് പറയും. അത്യാവശ്യം എല്ലായിടത്തും ഡെവലപ്പായി. ഇതായിരുന്നു ഞാൻ മുന്നേ കളിച്ചിരുന്ന സ്ഥലം, പാടത്ത്. ഇവിടെ ഫുള്ള് കാട് പിടിച്ചപ്പോ അലമ്പായി. അവിടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ നാട്ടിലില്ല. എല്ലാവരും അവരവരെ എന്താ പറയാ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിലായി. കട്ട് ചെയ്തോ? നോട്ട് വർക്കിംഗ്. പൈസ ഇല്ല. ഞാൻ മുന്നൊരു തൊട്ട് മുന്നേ സ്റ്റോപ്പിൽ ഒരു ATM സെന്റർ ഉണ്ട്. അവിടെ ഒരു ബാലൻസ് കാണിക്കുന്നില്ല, ക്യാഷ് ഇല്ലാന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വേറൊരു ATM കൗണ്ടറിൽ വന്നേക്കുക. അത്യാവശ്യം അടിപൊളി സ്ഥലമായി. ഇപ്പോൾ മുന്നേ ഇവിടൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അടിപൊളിയായി. ഇവിടെ ഓണപ്പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഈ ATMന്റെ ബാക്കില്. പാവർട്ടി സെന്റർ എത്ര മുന്നുള്ള ഒരു സ്പോട്ടാണ്. ഒരു ടർഫിന്റെ അകത്ത് ഇവിടുത്തെ ആൾക്കാര് ഓണപ്പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ കണ്ട പരിപാടി പഴം 1 സമ്മാനം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമില്ല. അങ്ങനെ ഈ ATMക്ക് പൈസ കിട്ടി. 2 സ്ഥലത്തോട്ട് പോയി, അവിടെ ഒന്നും പൈസ കിട്ടിയില്ല. ഹെൽമെറ്റ് എടുക്കാൻ മറന്നു.
അങ്ങനെ പൈസ എടുത്തിട്ടുണ്ട്. ATM പൈസ എടുത്തിട്ടുണ്ട്. ATMിലോട്ട് പോയപ്പോ അവിടെ കിട്ടിയില്ല. ഞായറാഴ്ച അതെന്ന് തോന്നുന്നു. പൈസ എടുത്ത് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാട്ടിൽ മുന്നേ എന്താ പറയാ ഒരു അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പാലത്തിന്റെ പേര്. ഇത് പാങ്ങി ജംഗ്ഷനിന്ന് കാഞ്ഞാണി പോകുന്ന വഴിയിലാണ് ഈ പാലം. ഈ പാലത്തിന്റെ അവിടുന്ന് നമ്മള് നൈസായിട്ട് റൈറ്റിലോട്ട് പോവാ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് പ്രകൃതി രമണീയമായ ടാറിടാത്തമാതിരി വൃത്തിയായിട്ട് റോഡും കാര്യങ്ങളൊക്കെ. ഇത് എത്തിച്ചെല്ലണത് പാടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ. ഞാനിപ്പോ ഓൾമോസ്റ്റ് 3 years ആയി. അതിന് ശേഷം 3 years ആയി ഗൾഫിൽ എത്തിയിട്ട്. അതിനുള്ളിൽ വന്നൊരു ഷോപ്പാണ് ഇത്. അത്യാവശ്യം ഇൻസ്റ്റയിലൊക്കെ ഫേസ്ബുക്കിലെല്ലാം വൈറലായിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അത് മാത്രമല്ല, ഞായറാഴ്ച ആയതുകൊണ്ട് അവരവിടെ ഓപ്പൺ ആണോ അല്ലേ ഒന്നും അറിയൂല. ജസ്റ്റ് പോയി നോക്കാന്ന് മാത്രം. ആ സൈഡ് നോക്കണം. ഇതാണ് കൂമ്പുള്ളി പാലം. അതാരത്? എങ്ങനെയുണ്ട് റോഡ് ഗൈസ്? എങ്ങനെയുണ്ട് നമ്മുടെ അടുത്ത റോഡ്? കമന്റ് ചെയ്യണേ. ഭരണം മാറിയിട്ടും മാറാണ്ടും ഒക്കെ കണക്കന്നെ. ഇവിടെ ഒരു കാര്യമില്ല. വെറുതെ ആൾക്കാര് ക്യൂ നിന്ന് വോട്ട് ചെയ്തിട്ട് എനർജി വേസ്റ്റ് ചെയ്യാം. നേരണെങ്കിൽ ഫുഡ് അടിച്ചൂടെ? ഫുഡ് കഴിക്കണ്ട, നമ്മൾ എന്റെ കിടന്ന് ഇറങ്ങിക്കൂടെ? ഇതിങ്ങനത്തെ തന്നെയാ റോഡ്. പെങ്ങളമ്മ വീഡിയോ എടുക്കുന്നത് 5 പൈസക്ക് അന്തല്ല. പക്ഷെ അവൻ വളർന്നു വരുന്ന ഒരു അത്ലറ്റാണ് കേട്ടോ. ഇനി അറിയപ്പെടാൻ വേണ്ടി പോകുന്നൊരു അത്ലറ്റും കൂടിയാണ് ആശ. എത്രത്തോളം റോഡിന് ഇവരാണ് എന്നെ അങ്ങോട്ട് മോട്ടറാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അടിപൊളി പൊറോട്ടയാണ് മാമ, അടിപൊളി ബീഫാണെന്നൊക്കെ പറഞ്ഞിട്ട്. പോയി നോക്കിയിട്ട് എന്താണ് അവസ്ഥ നോക്കട്ടെ. നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന്. ഞാൻ വലിയ ഫുഡ് ബ്ലോഗറൊന്നും അല്ലാട്ടോ. പക്ഷെ നാട്ടിലൊക്കെ വന്നപ്പോ ഒരു ആഗ്രഹം കഴിക്കാം. ഫുള്ള് അലമ്പായി കിടക്കണല്ലോ അല്ലേ? ഈ കാണുന്ന ഭംഗിയൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് എന്താ പറയാ, വൃത്തിയായിട്ടൊരു അവസ്ഥയിലാണ് എടുക്കണത്. ഞാൻ അധികം വലിപ്പിക്കണില്ല. അവിടെ എത്തിയിട്ടുള്ള വ്യൂസും കാണിച്ചു തരാം. അവിടത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ നാട്? അടിപൊളിയല്ലേ? ഇപ്പൊ മഴയില്ല, ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ആരും കാണാനില്ല ഫുള്ള്. അല്ലെങ്കിൽ നേരത്തൊക്കെ പിള്ളേരോട്ടിരുന്ന് എന്താ പറയാ ചൂണ്ടൊക്കെ ഇട്ടിരിക്കുന്ന പിള്ളേരാണ് കാണാറുണ്ട്. അപ്പൊ അതൊന്നും ഇല്ല തോന്നുന്നു. കട്ടേതോ? കുറെ ഉണ്ടല്ലോ ഇരിക്കണു മീൻ പിടിക്കാനൊക്കെ ആയിട്ട്. അടുക്കടാ, അത് പോയിട്ട് വരാം. ഇങ്ങോട്ടേക്ക് സ്പോട്ട് മാറ്റി. അത് കുഴപ്പമില്ല. ഞാൻ കുറച്ചൊന്ന് പറഞ്ഞല്ലോ മീൻ പിടിക്കുന്ന പിള്ളേരാരും കാണാനില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ കണ്ടു. ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ട്. എന്തെല്ലാം നമുക്ക് നോക്കിയിട്ട് വരാം. കട്ട് ചെയ്തോ? ബീഫ് ഫ്രൈ തിക്ക് മസാല ടൈപ്പ് എങ്ങനെ ഫ്രൈ? ഓക്കെ, ഒരു ബീഫ് ഫ്രൈയും 2 പൊറോട്ട കിട്ടും.
ഈ പാർന്ന പൊറോട്ട. നാല് പൊറോട്ടയും നല്ല കിടിലൻ ബീഫ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എന്താ ഹോർലിക്സോ ചായയോ? എന്താ ഉണ്ട് പറ. ഓ റെഡി പൊറോട്ട. പറയടാ, എടുക്കടാ. പക്ഷെ എന്റെ പൊന്നു, കുറച്ച് മഴയും കൂടി ഉണ്ടായിരുന്നു കണ്ടല്ലോ. ഓ അടിപൊളി, ചൂടായിട്ട് കഴിക്കാൻ പറ്റുന്നില്ലടാ. ഒന്നും പറയല്ല, അടിപൊളി. എന്നാ ഫേസ് ആണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഹാപ്പിനെസ്. ഞാൻ എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ, കട്ട് ചെയ്തോ. അങ്ങനെ ആഗ്രഹം, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. നേരെ വീട്ടിലോട്ട്. ഓക്കെ, അപ്പോൾ ചാനൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.